ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യമെന്നാണ് ഇന്ത്യയെ വിശേഷിപ്പിക്കുന്നത്. 2026 അനൗദ്യോഗിക കണക്കുകൾ പ്രകാരം 1.48 ബില്യൺ ജനങ്ങൾ രാജ്യത്തുണ്ട്. അതായത് ലോകത്തെ മൊത്തം ജനസംഖ്യയുടെ 18%. ഒരിക്കൽ ജനസംഖ്യ കുറയ്ക്കാൻ കുടുംബാസൂത്രണമടക്കം പദ്ധതികൾ മുന്നോട്ട് വെച്ച രാജ്യം ഇപ്പോൾ ആശങ്കയോടെയാണ് ഭാവിയിലേക്ക് നോക്കുന്നത്. രാജ്യത്തിൻ്റെ ജനന നിരക്ക് അഥവാ ഫെർട്ടിലിറ്റി റേറ്റ് ആദ്യമായി റീപ്ലേസ്മെൻറ്റ് ലെവലിന് താഴെ എത്തിയിരിക്കുകയാണ്. അതായത് ദീർഘകാലത്തേക്ക് ജനസംഖ്യ സ്ഥിരമായി നിലനിർത്താൻ ആവശ്യമായ ജനന നിരക്കിലും കുറവാണ്. എന്താണ് ഈ മാറ്റം? എന്തുകൊണ്ടാണ് ഇത് പ്രധാനമാകുന്നത്? ഇന്ത്യയുടെ ഭാവിയെ ഇത് എങ്ങനെ ബാധിക്കും? നമുക്ക് പരിശോധിക്കാം. എന്താണ് ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് ആദ്യം പരിശോധിക്കാം. ഒരു സ്ത്രീ തൻ്റെ ജീവിതകാലത്ത് ശരാശരി എത്ര കുട്ടികൾക്ക് ജന്മം നൽകുന്നു എന്നതാണ് ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് അഥവാ TFR എന്നറിയപ്പെടുന്നത്. ജനസംഖ്യ കുറയാതെയും കൂടാതെയും സ്ഥിരമായി നിലനിൽക്കാൻ ഒരു രാജ്യത്തിന് ശരാശരി 2.1 കുട്ടികൾ ഓരോ സ്ത്രീക്കും ജനിക്കണം. ഇതാണ് റീപ്ലേസ്മെൻറ്റ് ലെവൽ എന്നറിയപ്പെടുന്നത്. എന്നാൽ ഇന്ത്യയുടെ പുതിയ ഫെർട്ടിലിറ്റി റേറ്റ് 1.9 കുറഞ്ഞിരിക്കുകയാണ്. അതായത് ദീർഘകാലത്ത് ജനസംഖ്യാ വളർച്ച മന്ദഗതിയിലാവുകയും പിന്നീട് കുറയുകയും ചെയ്യാമെന്ന് സാരം. എന്തുകൊണ്ടാണ് ജനന നിരക്ക് കുറയുന്നത്? വിദഗ്ധർ പറയുന്നത് ഇതിന് പിന്നിൽ നിരവധി കാരണങ്ങളുണ്ടെന്നാണ്. ഒന്നാമതായി, സ്ത്രീകളുടെ വിദ്യാഭ്യാസം വർദ്ധിച്ചു. കൂടുതൽ സ്ത്രീകൾ ഉന്നത വിദ്യാഭ്യാസവും തൊഴിലും തിരഞ്ഞെടുക്കുന്നു. രണ്ടാമതായി, ഗർഭനിരോധന മാർഗങ്ങളിലേക്കുള്ള പ്രവേശനം വർദ്ധിച്ചു. മൂന്നാമതായി, കുട്ടികളെ വളർത്തുന്നതിനുള്ള ചെലവ് കുത്തനെ ഉയർന്നു. നഗരജീവിതം, വിദ്യാഭ്യാസ ചെലവ്, ആരോഗ്യ ചെലവ് തുടങ്ങിയവയൊക്കെ കുടുംബങ്ങളെ അംഗസംഖ്യ കുറയ്ക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളാണ്. ഇതിനൊപ്പം ശിശു മരണനിരക്ക് കുറഞ്ഞതും ഒരു പ്രധാന കാരണമാണ്. മുൻകാലങ്ങളിൽ കുട്ടികൾ ജീവനോടെ തുടരില്ലെന്ന ആശങ്കയിൽ കൂടുതൽ കുട്ടികൾക്ക് ജന്മം നൽകിയിരുന്ന കുടുംബങ്ങൾ ഇപ്പോൾ കുറച്ച് കുട്ടികളിൽ തന്നെ തൃപ്തരാകുകയാണ്. ഇനി സംസ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം കൂടെ നോക്കേണ്ടതുണ്ട്. രാജ്യത്താകെ ഒരേ സ്ഥിതിയല്ലെന്ന് അപ്പോൾ കാണാം. ബീഹാറിൽ ഫെർട്ടിലിറ്റി റേറ്റ് 2.9 ആണ്, ഉത്തർപ്രദേശിൽ 2.6, എന്നാൽ ഡൽഹിയിൽ ഇത് വെറും 1.2 മാത്രമാണ്. കേരളവും തമിഴ്നാടും പോലെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിരക്ക് 1.3 മാത്രമാണ്. വിദ്യാഭ്യാസവും ആരോഗ്യ സൗകര്യങ്ങളും മെച്ചപ്പെട്ട സംസ്ഥാനങ്ങളിലാണ് ജനന നിരക്ക് ഏറ്റവും വേഗത്തിൽ താഴുന്നത്. TFR കുറയുന്നതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്താണെന്ന് പരിശോധിക്കേണ്ടതില്ലേ? ഇന്ത്യ ഇപ്പോൾ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് എന്ന ഘട്ടത്തിലാണ്. അതായത് ജോലി ചെയ്യാൻ കഴിയുന്ന പ്രായക്കാരുടെ എണ്ണം ആശ്രിതരായ കുട്ടികളെയും വയോധികരെയും അപേക്ഷിച്ച് കൂടുതലാണ്. ഈ നേട്ടം 2055 വരെ തുടരുമെന്നാണ് കണക്കുകൾ പറയുന്നത്. പക്ഷേ ജനന നിരക്ക് തുടർച്ചയായി കുറഞ്ഞാൽ ഭാവിയിൽ ഇതിന് വെല്ലുവിളികളുണ്ടാകും. തൊഴിലാളികളുടെ എണ്ണം കുറയാം, രാജ്യത്തിൻ്റെ ഉൽപ്പാദനക്ഷമതയെ ബാധിക്കാം, വയോധികരുടെ എണ്ണം ഇതിനൊപ്പം വർദ്ധിക്കാം. ഇങ്ങനെ ഉണ്ടായാൽ പെൻഷൻ, ആരോഗ്യ സംരക്ഷണം തുടങ്ങിയ മേഖലകളിൽ രാജ്യത്തിനും സംസ്ഥാനങ്ങൾക്കും കൂടുതൽ സമ്മർദ്ദമുണ്ടാകും. ഇന്ന് ജപ്പാനും ദക്ഷിണ കൊറിയയും യൂറോപ്പിലെ പല രാജ്യങ്ങളും നേരിടുന്ന ജനസംഖ്യാ പ്രശ്നങ്ങളുടെ തുടക്ക സൂചനകളാണ് ഇന്ത്യയിലും കാണുന്നതെന്നാണ് ചില വിദഗ്ധരുടെ വിലയിരുത്തൽ. ജനന നിരക്ക് കുറയുന്നത് ഒരു പ്രശ്നമോ വിജയമോ എന്ന ചോദ്യത്തിന് ലളിതമായ ഉത്തരമില്ല. ഒരു വശത്ത് ഇത് വിദ്യാഭ്യാസവും ആരോഗ്യപരിപാലനവും സ്ത്രീ ശാക്തീകരണവും മുന്നേറിയതിൻ്റെ സൂചനയാണ്. മറുവശത്ത് ദീർഘകാലത്ത് തൊഴിലാളികളുടെ ക്ഷാമവും പ്രായമായ ജനസംഖ്യയും സമ്പദ് വ്യവസ്ഥയ്ക്ക് വെല്ലുവിളിയാകാമെന്ന മുന്നറിയിപ്പാണ്. അതിനാൽ ഇന്ത്യയുടെ യഥാർത്ഥ വെല്ലുവിളി ഇനി ജനസംഖ്യയുടെ വലിപ്പമല്ല, മാറുന്ന ജനസംഖ്യാ പ്രകൃതിക്ക് അനുസരിച്ച് സമ്പദ് വ്യവസ്ഥയെയും തൊഴിൽ രംഗത്തെയും സാമൂഹിക സുരക്ഷാ സംവിധാനങ്ങളെയും എങ്ങനെ പുനഃസംഘടിപ്പിക്കുമെന്നാണ്.